നമ്മൾ ഈ കാണുന്നത് ഒരു തട്ടിപ്പ്, വിവാഹ തട്ടിപ്പിലൂടെ വിവിധ ജില്ലകളിലായി 10-ലധികം പേരെ കബളിപ്പിച്ച ഒരു യുവതി തിരുവനന്തപുരത്ത് അറസ്റ്റിലായിട്ടുണ്ട്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നു. ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പഞ്ചായത്ത് അംഗവുമായുള്ള ഒരു വിവാഹം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഇവർ അറസ്റ്റിലാകുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ആ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവിധ ജില്ലകളിലായി ഇവരിങ്ങനെ വിവാഹ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഉമേഷ്, എന്താണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി? എങ്ങനെയാണ് ഇവർ ഈ വിവാഹ തട്ടിപ്പ് കബളിപ്പിക്കൽ നടത്തുന്നത്? സാർ, എന്താണ് ഇതിന്റെ ഒരു നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് വകുപ്പുകൾ ചുമത്തിയത് വിവാഹ തട്ടിപ്പിനുള്ള ചീറ്റിങ്ങിനുള്ള കേസൊക്കെ എടുത്തിട്ടുള്ളത്. എന്താ നടപടിക്രമം? പിന്നെ കോടതി ഹാജരാക്കും. ജിക്ക്, എന്തായാലും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആളാണ് ആ വിവാഹ തട്ടിപ്പിലൂടെ ഉപജീവനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു വലിയൊരു തട്ടിപ്പ്, അതായത് കേരളം മുഴുവൻ നടന്ന 10 വിവാഹങ്ങൾ നടത്തുകയും 11ാം വിവാഹം നടത്താൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ആര്യനാട് പോലീസാണ് ഇപ്പോൾ മെഡിക്കൽ എടുക്കാനായി ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. രേഷ്മ എറണാകുളം സ്വദേശിയാണ്. എറണാകുളം സ്വദേശിയായ രേഷ്മ 10 വിവാഹങ്ങൾ ഇതിനോടകം കഴിച്ചു. 2 മക്കളുണ്ട്. ഈ ആര്യനാട് പഞ്ചായത്തിലെ ഒരു വാർഡ് മെമ്പർ തൻ്റെ വിവാഹത്തിന് വേണ്ടിയുള്ള അപേക്ഷ ഓൺലൈനിൽ കൊടുക്കുകയും ആ പരസ്യം കണ്ട് ഈ ഫോണിൽ രേഷ്മയുടെ അമ്മയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ആദ്യം ഫോണിൽ വിളിക്കുന്നു. ഫോണിൽ വിളിച്ച ശേഷമാണ് ഈ ഒരു തട്ടിപ്പിന് കളമൊരുക്കുന്നത്. ആദ്യം രേഷ്മയുടെ അമ്മയാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ശബ്ദം മാറ്റി രേഷ്മ തന്നെ ഈ വാർഡ് മെമ്പറെ വിളിക്കുന്നു. വിളിച്ച ശേഷം തങ്ങൾക്ക് മകൾക്ക് നൽകാം, മകളുമായി സംസാരിക്കൂ എന്ന് പറഞ്ഞ് രേഷ്മ തന്നെ വീണ്ടും ശബ്ദം മാറ്റി രേഷ്മയുടെ ഒറിജിനൽ ശബ്ദത്തിൽ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് ഇവർ പരസ്പരം ബന്ധമാവുകയും തുടർന്ന് ഇവർ കോട്ടയത്തെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് ആദ്യമായി കാണുകയും ചെയ്തു. കണക്ക് ശേഷം ഇവർ വിവാഹത്തിലേക്ക് കടക്കാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് തന്നെ വെമ്പായത്തെത്തുകയും വെമ്പായത്തെത്തിയ ശേഷം വിവാഹം നടക്കുന്നതിന് തൊട്ടു മുൻപ് ഈ പഞ്ചായത്ത് മെമ്പർ കുടുംബവും ഇവിടേക്ക് അവരെ എത്തിക്കുന്നത്. എത്തിച്ച ശേഷം ആണ് ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ, അതായത് ഇവിടെ എത്തിക്കുകയും ഇവിടെ എത്തിച്ച ശേഷം ചില സംശയങ്ങൾ, ചില അസ്വാഭാവികതകൾ ഉണ്ടായിരുന്നു ഇവരുടെ സംസാരത്തിൽ. പ്രത്യേകിച്ച് ഈ രേഷ്മ തന്നെ പറഞ്ഞിരുന്നത് അമ്മയ്ക്ക് തന്നെ വിവാഹം കഴിച്ചയപ്പിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ വിവാഹം നടത്തുന്നതിന് കുടുംബക്കാരെതിരാണ്, അതുകൊണ്ട് താൻ ഒറ്റയ്ക്കാണ് വിവാഹം നടത്താൻ പോകുന്നത് എന്ന് ഈ പഞ്ചായത്ത് മെമ്പറെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് മെമ്പർ നേരിട്ട് ഈ കുടുംബവും നേരിട്ടെത്തി ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോകുന്നു. ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോയി ബ്യൂട്ടി പാർലറിൽ അകത്ത് യുവതി കയറിയ സമയത്ത് യുവതിയുടെ ബാഗ് പരിശോധിക്കുന്നു. ബാഗ് പരിശോധിക്കുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ ഒരു സൂചനകൾ ലഭിക്കുന്നത്. കാരണം മുൻപ് വിവാഹം കഴിച്ചതിൻ്റെയും കുട്ടികളുടെയും എല്ലാം ചില സൂചനകൾ ആ ബാഗിൽ നിന്ന് കിട്ടി. ഉടൻ തന്നെ പോലീസിനെ അറിയിക്കുന്നു. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നത്. 10 വിവാഹങ്ങൾ കഴിച്ചു. അതുമാത്രമല്ല, മറ്റൊരു വിവാഹം തിരുവനന്തപുരത്ത് തന്നെ അടുത്ത മാസം ഈ വിവാഹത്തിന് ശേഷം, അതായത് പഞ്ചായത്ത് മെമ്പറെ വിവാഹം കഴിച്ച് പറ്റിച്ച് അടുത്തൊരു വിവാഹത്തിലേക്ക് പോകാൻ വേണ്ടിയുള്ള എല്ലാ കളവും ഒരുക്കിയതിനു ശേഷമാണ് ഈ വിവാഹത്തിന് വേണ്ടി ഇവിടെ എത്തിയത്. എന്തായാലും ശരി, രേഷ്മ എന്ന എറണാകുളം സ്വദേശിനിയാണ് വിവാഹ തട്ടിപ്പ് കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്.